Good morning students. നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാം. അതിന്റെ പേരാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ AC. ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ AC. AC ജനറേറ്റർ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. AC ജനറേറ്ററിനെ കുറിച്ച്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ AC ജനറേറ്റർ നമുക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതിനകത്ത് ഉള്ള അപ്പാരറ്റസിനകത്തുള്ള കാര്യങ്ങൾ, AC ജനറേറ്ററിലുള്ള കാര്യങ്ങൾ, ഒന്ന് ഫീൽഡ് മാഗ്നറ്റ്, പിന്നെ ഒരു ആർമച്ചർ കോയില്, പിന്നെ സ്ലിപ്പ് റിങ്സ്, ബ്രഷസ്, ഇതൊക്കെയാണ് അതിനകത്തുള്ള അപ്പാരറ്റസിനകത്തുള്ള കാര്യങ്ങൾ, AC ജനറേറ്ററിലുള്ള കാര്യങ്ങൾ. അതിനകത്ത് ആർമച്ചർ കോയിൽ എന്ന് പറയുന്ന കോയില് ഒരു ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയ്ക്ക് ഒരു ഹോഴ്സ് ഷൂ പെർമനന്റ് മാഗ്നറ്റായ ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റിന്റെ ഇടയ്ക്ക് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ആ വർക്കിംഗ് ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയാണ് AC ജനറേറ്റ് ചെയ്യുന്നത്, ACയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പം അതിനകത്ത് ഒരു ആർമച്ചർ കോയിൽ, അതായത് ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡിന് വ്യത്യാസം സംഭവിക്കുന്നു. ആ ഫീൽഡിന്റെ വ്യത്യാസം കൊണ്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യം, whenever the magnetic flux linked with a coil changes, an induced EMF is developed in it. ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു. ദിസ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅dt ബൈ ലെൻസസ് ലോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിക്കുന്ന ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ഈ കോയിലിനെ ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മൈനസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ആ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചിട്ട് ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് ആൾട്ടർനേറ്റിംഗ് ആണ് എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് പഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കോയിലിനെ ഇങ്ങനെയാണ് റെക്ടാംഗിൾ ഷേപ്പുള്ള ഒരു കോയിലാണ് ഉള്ളത്. ഈ കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. XY എന്ന ആക്സിസിൽ ബേസ് ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിന് ഇടയ്ക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കോയിലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ദി നോർമൽ ടു ദി കോയിൽ, കോയിലിന്റെ പ്ലെയിനിന് വരയ്ക്കുന്ന നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ. കോയിലിന്റെ പ്ലെയിനിന് വരയ്ക്കുന്ന നോർമൽ ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ കൺസിഡർ എ കോയിൽ ഓഫ് ഏരിയ A. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് about an axis XY with an angular velocity omega. ആംഗുലാർ വെലോസിറ്റിയിൽ കോയിൽ ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ the coil is rotating with an angular velocity omega in a magnetic field of intensity B. അപ്പോൾ consider a coil of area A rotating with a constant angular velocity omega in a magnetic field B. Let the normal to the coil, ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ, the normal to the coil makes an angle theta with the field. ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു എങ്കിൽ the magnetic flux linked with the coil phi is equal to B dot A.
നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ബി ഡോട്ട് എ. ഹിയർ normal to the coil makes an angle theta with the coil, therefore B dot A is equal to BA cos theta. If the coil has n turns, n ടേണുകളുണ്ട് എങ്കിൽ total flux phi is equal to n into B dot A. ഈ B dot A എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. n ടേൺസ് ആണല്ലോ, ടോട്ടൽ n ടേൺസ് ഈ കോയിലിനുണ്ട് എങ്കിൽ n into B dot A. Here phi is equal to NBA cos theta, where theta is the angle between B and the normal to the coil. Theta എന്ന് പറയുന്നത് വെക്ടർ ബിയും വെക്ടർ എയും. വെക്ടർ എ ഈസ് ദി നോർമൽ ടു ദി ഏരിയ എ, ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ, അതുമായിട്ട് തീറ്റ ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് NBA cos തീറ്റ. ഇനി നമുക്കറിയാം തീറ്റയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ അറിയാം. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അറ്റ് എനി ഇൻസ്റ്റന്റ് ടി ആണിത്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. അതനുസരിച്ച് ഫൈ ഈസ് ഈക്വൽ ടു NBA cos omega t. By Lenz's law, E is equal to minus d phi by dt. That is equal to minus d by dt of NBA cos omega t. For this coil, total number of times n is constant, B is constant, A is constant, therefore minus NBA into d by dt of cos omega t is minus sin omega t into omega. Therefore this is minus plus NBA omega sin omega t. This is E. E is equal to NBA omega sin omega t. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ എക്സ്പ്രഷൻ കിട്ടി. E is equal to NBA omega sin omega t. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആകണം എങ്കിൽ NBA ഒമേഗ കോൺസ്റ്റന്റ് ആണ്, പിന്നെ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ മാക്സിമം ആകണം. മാക്സിമം സൈനിന്റെ മാക്സിമം വാല്യൂ 1. സൈനിന്റെ മാക്സിമം വാല്യൂ 1 എന്ന് പറയുമ്പോൾ ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് EMF ഈസ് ഈക്വൽ ടു E0 എന്ന് പറയുന്നത് ഇത് 1 ആവുമ്പോൾ NBA ഒമേഗ ഈസ് മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് E0. ഇറ്റ് ഈസ് ദി പീക്ക് EMF. Therefore NBA ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E0 കൊടുക്കാം. Therefore E is equal to E0 sin omega t. E is equal to E0 sin omega t. Therefore induced EMFന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി E is equal to E0 sin omega t. ഇനി ഇതിന്റെ കേസുകളാണ് പറയേണ്ടത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒമേഗ ടി അല്ലെങ്കിൽ തീറ്റ. ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ആദ്യം 0. തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ടു ദി കോയിൽ ബിയിൽ ആവുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോയിൽ ബിക്ക് പെർപെൻഡിക്കുലർ ആവുക. കോയിൽ ഫീൽഡിന് ഇത് ഫീൽഡാണെങ്കിൽ ഫീൽഡിന് കോയിലിന്റെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോയിലിന്റെ പ്ലെയിനിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് നോർമൽ ടു ദി ഏരിയ, ഫീൽഡുമായിട്ട് 0 ആംഗിളിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസ് തീറ്റ 0 അല്ലെങ്കിൽ ഒമേഗ ടി 0 എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഫീൽഡുമായിട്ട് 0 ആംഗിളിലാകണം. അങ്ങനെ ആകണമെങ്കിൽ കോയിൽ എപ്പോഴും ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്നാലേ
ആ ഫീൽഡ് നമ്മളുടെ കോയിലിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഫീൽഡുമായിട്ട് 0 ആംഗിൾ ആകുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു ഇ 0 സൈൻ 0 ഈസ് ഈക്വൽ 0. ആദ്യത്തെ കേസ് ഇൻഡ്യൂസ് ഡി എം ഓഫ് 0. രണ്ടാമത്തെ കേസ് അപ്പോൾ ഇത് ഫീൽഡിന് പെർപെൻഡിക്കുലർ, പിന്നെ ഫീൽഡിന് പാരലൽ ആവുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 90, ദാറ്റ് ഈസ് π/2 റേഡിയൻ. ഫീൽഡിന് പാരലാവുമ്പോൾ ഫീൽഡിന് നമ്മളുടെ കോയിലിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഫീൽഡുമായിട്ട് 90 ഡിഗ്രി. അതാണ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 90. ആ കേസിൽ ഇ ഈസ് ഈക്വൽ ടു ഇ 0 സൈൻ 91. ഇറ്റ് ഈസ് ദി പീക്ക് വാല്യൂ, പോസിറ്റീവ് സൈഡിലുള്ള പീക്ക് വാല്യൂ. അടുത്ത കണ്ടീഷൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈ, ദാറ്റ് ഈസ് 180. അതായത് ഇത് അങ്ങോട്ട് ഇവിടുന്ന് ഇത് പാരലാണ്, അത് അടുത്ത അങ്ങോട്ടാകുമ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ 0 സൈൻ 180, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 × 90 + 0 സൈൻ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെ കേസ് 0, പിന്നെ പീക്ക് വാല്യൂ, പിന്നെ 0. പിന്നെ അടുത്ത കേസ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3π/2, ദാറ്റ് ഈസ് 270. 180 കഴിഞ്ഞ് 270, 3π/2 റേഡിയൻ. ഇ ഈസ് ഈക്വൽ ടു ഇ 0 സൈൻ 270, ദാറ്റ് ഈസ് മൈനസ് ഇ 0. അടുത്ത കേസ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π. 2π റേഡിയൻ എന്ന് പറയുന്നത് therefore E is equal to E 0 sin 2π, that is equal to 0. Therefore ആദ്യത്തെ കേസ് ശ്രദ്ധിക്കുക, E is equal to 0. തീറ്റ 0 ആവുമ്പോൾ ഇൻഡ്യൂസ് ഡി എം ഓഫ് 0. തീറ്റ 90 ആവുമ്പോൾ ഇൻഡ്യൂസ് ഡി എം ഓഫ് മാക്സിമം വാല്യൂ E 0. തീറ്റ 180 ആവുമ്പോൾ, അതായത് പൈ ആവുമ്പോൾ E is equal to 0. തീറ്റ 270 ആവുമ്പോൾ E is equal to minus E 0. തീറ്റ 2π റേഡിയൻ ആവുമ്പോൾ E is equal to 0. ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ ആദ്യം തീറ്റയും ഇൻഡ്യൂസ് ഡി എം എഫും തമ്മിലുള്ള ഗ്രാഫ്. ആദ്യം തീറ്റ 0, പിന്നെ π/2. അടുത്ത കേസ് പൈ, അടുത്ത കേസ് 3π/2, അടുത്ത കേസ് 2π. അപ്പോൾ ആദ്യത്തെ കേസ് ശ്രദ്ധിക്കാം, E is equal to 0, പോയിന്റ് ഇവിടെ. രണ്ടാമത്തെ കേസ് π/2ൽ E is equal to E 0, ഇതാണ് പീക്ക് വാല്യൂ എങ്കിൽ ഇവിടെ. അടുത്ത കേസ് പൈയിൽ E is equal to വീണ്ടും 0 ഇവിടെ. അടുത്ത കേസ് തീറ്റ is equal to 3π/2, അവിടെ E is equal to minus E 0, നെഗറ്റീവ് ഡയറക്ഷൻ ഇവിടെ, പോയിന്റ് ഇവിടെ. അടുത്ത കേസ് തീറ്റ is equal to 2π ആകുമ്പോൾ E is equal to 0 ഇവിടെ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുന്നു ഈ കിട്ടിയ ഇൻഡ്യൂസ് ഡി എം എഫ് ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ്. 0 മാക്സിമം ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ, വീണ്ടും 0. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമ്മളുടെ കോയിൽ നടത്തുമ്പോൾ ഒരു കംപ്ലീറ്റ് ഓസിലേറ്ററി ഗ്രാഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കിട്ടുന്നുണ്ട്. ഇ എം എഫ് ഈസ് ഓസിലേറ്റിംഗ്, ഓൾട്ടർനേറ്റിംഗ്. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഒരു കോയിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കിട്ടുന്നു. ഇതിൽ നിന്നും ആറാണ് ഈ കോയിലിന്റെ റെസിസ്റ്റൻസ് എങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ടും ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും, ഇതുപോലെ ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത നമുക്ക് RMS വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് ഇ എം എഫ് ആണ് പറയേണ്ടത്. ഒരു എ സിയുടെ കേസിൽ ഒരു ഹാഫ് സൈക്കിൾ പോസിറ്റീവ് സൈക്കിളും ഹാഫ്
സൈക്കിൾ നെഗറ്റീവ് സൈക്കിളും ആയതുകൊണ്ട് ടോട്ടൽ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും. അതുകൊണ്ട് നമ്മൾ എ സിയുടെ കേസിലെല്ലാം പറയുന്നത് RMS വാല്യൂ വെച്ചായിരിക്കും. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ IRMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് all the instantaneous values of current over a complete AC. ഒരു കംപ്ലീറ്റ് AC കൺസിഡർ ചെയ്യുമ്പോൾ IRMS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് all the instantaneous values of current. IRMSന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ I0/√2 ആയിരിക്കും. സിമിലർലി ERMS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് all the instantaneous values of EMF, that is ERMS is equal to E0/√2. അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ it is the square root of mean of the squares of all the instantaneous values of current over a complete cycle. ERMS എന്ന് പറഞ്ഞാൽ square root of mean of the squares of all the instantaneous values of EMF over a complete AC. IRMS is equal to I0/√2. ERMS is equal to E0/√2. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മീൻ വാല്യൂ, ദാറ്റ് ഈസ് I mean. ഇവിടെ മീൻ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് AC-യുടെ മീൻ കണ്ടുപിടിച്ചാൽ 0 ആയി പോകും. അതുകൊണ്ട് തന്നെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് സൈക്കിളിന്റെ മീൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ മീൻ വാല്യൂ ഈസ് ദി മീൻ, ദാറ്റ് മീൻസ് ആവറേജ്. മീൻ മീൻസ് ആവറേജ്. മീൻ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഓവർ എ ഹാഫ് സൈക്കിൾ ഓഫ് AC. ഒരു ഹാഫ് സൈക്കിൾ ഓഫ് AC-യിലെ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ആണ് മീൻ വാല്യൂ. മീൻ വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2I0/π. അതിൻ്റെ വാല്യൂ ആണ് 2I0/π. സിമിലർലി E mean ഈസ് ഈക്വൽ ടു 2E0/π. അപ്പോൾ I mean is equal to 2I0/π. E mean is equal to 2E0/π. അപ്പോൾ RMS വാല്യൂ കഴിഞ്ഞു, മീൻ വാല്യൂ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു IRMS/I mean. അപ്പോൾ ഫോം അടുത്തൊരു കാര്യമാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ ഓഫ് AC എന്ന് പറയുന്നത് ഒന്നുകിൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ IRMS ആൻഡ് I mean, IRMS/I mean, that is equal to ERMS/E mean, അല്ലെങ്കിൽ നമുക്ക് ERMS/E mean എന്ന് പറയാം. അപ്പോൾ ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു IRMS/I mean അല്ലെങ്കിൽ ERMS/E mean. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.11. ഫോം ഫാക്ടറിൻ്റെ വാല്യൂ ആണ് 1.11. AC-യുടെ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇത് തമ്മിലുള്ള റേഷ്യോ IRMS/I mean. IRMS I0/√2, I mean is equal to I0/√2. അപ്പോൾ I0 ക്യാൻസൽ ആയി പോയിട്ട് കോൺസ്റ്റന്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1.11 വരും. ERMS/E mean അതേ വാല്യൂ തന്നെ വരും 1.11. അപ്പോൾ ഫോം ഫാക്ടർ ഓഫ് AC കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പവർ ഓഫ് ആൻ AC. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഹിയർ ഇറ്റ് ഈസ് IRMS ഇൻറ്റു ERMS. നമ്മൾ പറഞ്ഞു AC-യുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കറണ്ടും വോൾട്ടേജും കറണ്ടും EMF. വോൾട്ടേജ് മീൻസ് EMF. ഹിയർ ഇറ്റ് ഈസ് EMF. അപ്പോൾ കറണ്ടും EMF-ഉം RMS വാല്യൂ വേണം AC-യുടെ കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ട് പവർ ഓഫ് ആൻ AC ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു ERMS ഓർ ERMS ഇൻറ്റു IRMS. BI എന്ന ബേസിക് ഇക്വേഷനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതാണ് IRMS ഇൻറ്റു ERMS. അപ്പോൾ പവർ ഓഫ് ആൻ AC ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു ERMS. ഇത് മൂന്നും ഓർത്തിരിക്കണം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് AC സർക്യൂട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത മെയിൻ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് AC സർക്യൂട്ട്സ്. ആദ്യം നമ്മൾ AC സർക്യൂട്ട് വിത്ത് റെസിസ്റ്റർ ഓൺലി, കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി, റെസിസ്റ്റർ മാത്രമുള്ള ഒരു AC സർക്യൂട്ടിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിനകത്ത്
റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺസിഡർ ആൻ എ സി സർക്യൂട്ട് വിത്ത് എ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ്. എ സി നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. എ സി ഓൾട്ടർനേറ്റീവ്. കൺസിഡർ ആൻ എ സി സർക്യൂട്ട് വിത്ത് എ റെസിസ്റ്റർ ഓൺലി ഓഫ് റെസിസ്റ്റൻസ് ആർ. ഒരു റെസിസ്റ്റൻസ് ആർ ഉള്ള റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലെറ്റ് ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഈസ് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എ സി. ഇ എന്ന് പറയുന്നത് ഇ സീറോ സൈൻ ഒമേഗ ടി എന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് നമ്മൾ എഴുതി. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഈ റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആർ. വേറൊരു കാര്യവും ഇതിനകത്തില്ല. അപ്പോൾ ആ സർക്യൂട്ട് കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആർ. അതുകൊണ്ട് ഈ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് കറണ്ട് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ബൈ ഓംസ് ലോ. Therefore, here it is current is equal to EMF, that is E0 sin omega t by R. E0 by R എന്ന് പറയുന്നത് I0. I0 is equal to E0 by R. Therefore, current I is equal to E0 by R എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? I0 sin omega t. This is equation number 2. നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ കമ്പയർ ചെയ്താൽ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ്, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് E0, ആ സ്ഥാനത്ത് ഇവിടെ I0. E0 is the peak value of EMF, here it is peak value of current. പിന്നെ സൈൻ ഫംഗ്ഷൻ, here it is also സൈൻ ഫംഗ്ഷൻ. ഒമേഗ ടി is the phase ആണ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ എം എഫിൽ ഉള്ള ആൾക്കാരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ് കറണ്ടിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിലുള്ള ആൾക്കാരും. അപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫിൽ ഉള്ളിടത്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് വന്നു, പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫ് ഉള്ളിടത്ത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് വന്നു, സൈൻ ഫംഗ്ഷൻ വന്നു, ഒമേഗ ടിയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗ ടി തന്നെ വന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇ എം എഫും കറണ്ടും സെയിം ഫേസിലാണ്. ഒമേഗ ടിയിലായപ്പോൾ ഇവൻ ഒമേഗ ടിയിൽ തന്നെയാണ്. അപ്പോൾ ഹിയർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. രണ്ടുപേരും സെയിം ഫേസിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരച്ചാൽ ഇതിനകത്ത് ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെയിം ഫേസിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണോ ഇത് പീക്ക് വാല്യൂ ഇ എം എഫ് പീക്കായ അതേ ഫേസിൽ തന്നെ പീക്കാവും, സീറോ ആവുന്ന എവിടെയാണോ അവിടെ തന്നെ കറണ്ടും ആവും, പീക്കാവും. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് എങ്കിൽ ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് സെയിം ഫേസിലാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ രീതിയിൽ വരച്ചാൽ, കറണ്ടും ഇ എം എഫും തമ്മിൽ വരച്ചാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ നമ്മളുടെ കറണ്ട് ഇ എം എഫ് ഇതാണെങ്കിൽ അതേ ഫേസിൽ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് വിത്ത് ഒമേഗ ടി. ഒമേഗ ടി ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ ഇ എം എഫും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. ഇങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിൽ കറണ്ടും ഇ എം എഫും സെയിം ഫേസിലായിരിക്കും. കറണ്ട് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇ എം എഫ്. കറണ്ടും ഇ എം എഫും സെയിം ഫേസിലായിരിക്കും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പവർ ഓഫ് ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി. റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ടിൻ്റെ പവറിൻ്റെ എക്സ്പ്രഷൻ. പവറിൻ്റെ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. പവർ ഈസ് ഈക്വൽ ടു ഒന്നുകിൽ വി ഐ അല്ലെങ്കിൽ I²R. റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിൻ്റെ കേസിൽ പവർ ഈസ് ഈക്വൽ ടു I²R. ഹിയർ I ഈസ് ഈക്വൽ ടു നമുക്കറിയാം I0 സൈൻ ഒമേഗ ടി. നമുക്ക് I0 സൈൻ ഒമേഗ ടി ആണ് I ആയിട്ട് കിട്ടിയത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I0² സൈൻ സ്ക്വയർ ഒമേഗ ടി ഇൻറ്റു R. ദാറ്റ് ഈസ് I0² R സൈൻ സ്ക്വയർ ഒമേഗ ടി
ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് പവർ. പവർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. ടിയിലെ പവറിൻ്റെ കേസാണ് പറഞ്ഞത്. പി അറ്റ് ടി ഈസ് ഈക്വൽ ടു I0 സ്ക്വയർ ആർ സൈൻ സ്ക്വയർ ഒമേഗ ടി. നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് പവർ, ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് I0 സ്ക്വയർ ആർ സൈൻ സ്ക്വയർ ഒമേഗ ടി. കോൺസ്റ്റൻ്റ് ആണ് I0 സ്ക്വയർ ആർ. അത് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് I0 സ്ക്വയർ ഇൻറ്റു സൈൻ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് I0 സ്ക്വയർ ആർ ഇൻറ്റു 1/2. 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ I0 √2 ഇൻറ്റു I0, അതായത് I0 സ്ക്വയർ ആയി ബൈ √2 ഇൻറ്റു ആർ. I0 ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു E0. Therefore, here it is I0 by √2 into E0 by √2. Small E0 എഴുതിയാലും ക്യാപിറ്റൽ E0 എഴുതിയാലും മതി. E0 by √2. I0 by √2 is IRMS. E0 by √2 is ERMS. Therefore, it is equal to IRMS into ERMS. Therefore, average value of power in an AC circuit containing resistor only is IRMS into ERMS. For average value of power of an AC circuit containing resistor only is IRMS into ERMS. ഇത് ഓർത്തെഴുതാൻ മതി, പഠിച്ചിരിക്കണം, എഴുതി പഠിക്കണം. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് പവർ കാണാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ കണ്ടുപിടിക്കണം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് I2R. നമുക്കറിയാം എ സിയുടെ ഐയുടെ വാല്യൂ I0 സൈൻ I2R ആറിനകത്ത് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി കൊടുക്കുക. എ സിയുടെ കറണ്ട് അത് കൊടുത്ത് സ്ക്വയർ ചെയ്ത് എഴുതി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുത്ത് സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ 1/2 ആണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അത്രയും നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വാല്യൂ ഒന്ന് പഠിച്ചാലും മതി. 1/2 ആവറേജ് വാല്യൂ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് 1/2 ആണ്. ആ 1/2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി I0 by √2 ഇൻറ്റു I0 ഇൻറ്റു ആർ ബൈ √2. I0 ഇൻറ്റു ആർ എന്ന് പറയുന്നത് E0. Therefore, I0 by √2 ഇൻറ്റു E0 by √2. I0 by √2 എന്ന് പറഞ്ഞാൽ IRMS, E0 by √2 ERMS. Therefore, ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് IRMS ഇൻറ്റു ERMS. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് പവർ ഇൻ ആൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളിൽ IRMS ഇൻറ്റു ERMS എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സർക്യൂട്ടാണ് പഠിക്കാനുള്ളത്. അടുത്ത സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ AC സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഉള്ളി. ഇൻഡക്ടർ മാത്രമുള്ള AC സർക്യൂട്ട്. അപ്പോൾ നേരത്തെ വരച്ച പോലെ ഫിഗർ വരയ്ക്കണം. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ കോയിൽ. Consider an inductor of self-inductance L. It is connected to an AC circuit of EMF E is equal to E0 sin omega t. E is equal to E0 sin omega t എന്ന EMF ഉള്ള ഒരു AC സർക്യൂട്ട് ആയിട്ട് ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് L ഉള്ള ഒരു ഇൻഡക്ടർ ഘടിപ്പിച്ചിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. E is equal to E0 sin omega t. ഇനി നമ്മുടെ പ്രൊസീജിയർ എന്തുവാ? ഇതിൽ നിന്ന് കറണ്ടിലേക്ക് വരിക. ഈ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്ന് നോക്കുക. ആ കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് വന്നിട്ട് ആ കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ ഇക്വേഷനും ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFൻ്റെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫേസിലോ മറ്റോ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്യൂട്ട് നോക്കുക. നേരത്തെ നമ്മൾ ചെയ്തത് സർക്യൂട്ട് നോക്കിയപ്പോൾ എങ്ങനെ EMFിൽ നിന്നും കറണ്ട് ഉണ്ടാക്കാം എന്നാണ് അതിൽ നോക്കിയത്. റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിൽ നോക്കിയത്. അതിൽ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് V is equal to IR എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് I is equal to V by I എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്തു. V by R, I is equal to V by R എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് ചെയ്തു. ഇവിടെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFും ഇവിടെ ഉള്ളത് ഇൻഡക്ടറാണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFും തമ്മിലുള്ള റിലേഷൻ സെൽഫ് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്.
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എന്ന് പറയുന്നത് എൽ ഡി ഐ ബൈ ഡി ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ്. ഇതിൽ നിന്നും ഇയുടെ കേസിൽ നമുക്ക് എഴുതാം എൽ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇതിൽ നിന്നും കറണ്ടിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഡി ഐ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാവരെയും കൊണ്ടുപോകണം. E0 ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഇതിൽ നിന്നും ഐ കണ്ടുപിടിക്കാൻ, ഡി ഐയിൽ നിന്നും ഐ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E0 ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. E0 ബൈ എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്, അത് വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി. ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി. therefore minus cos omega t by omega, minus cos omega t by omega, that is equal to minus E0 by L omega into cos omega t. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഐ. നോക്കുമ്പോൾ കോസിലാണ് കിടക്കുന്നത്. ഈ കോസിൽ കിടക്കുന്നവനെ നമ്മൾ സൈനിലേക്ക് കൊണ്ടുവരണം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, അങ്ങനെ എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് E0 by L omega into sin 90 minus omega t. ഇവിടെ ഒരു മൈനസ് കിടക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു മൈനസിനെ നമ്മൾ വെളിയിലെടുത്താൽ സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, അത് രണ്ടും കൂടി ഇവിടെ പ്ലസ് ആകും. therefore E0 by L omega into sin omega t minus pi by 2. E0 by L omega into sin omega t minus pi by 2 എന്നത് നമുക്ക് കറണ്ടായിട്ട് കിട്ടും. ഇവിടെ ഇനി നമ്മൾ ഈ ഇക്വേഷനെ തമ്മിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ്, ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇത് പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫ്. ഇവിടെ E0 by L omega എന്ന് കിട്ടി. ഈ സ്ഥാനത്ത് നമുക്ക് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കിട്ടിയാൽ കൊള്ളാം. ബാക്കി സൈൻ, ഇവിടെ സൈൻ ഒമേഗ ടി ഒന്ന് വേറണം, അത് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എൽ ഒമേഗ എന്നത് ഈ ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് പ്രതിരോധമാണെങ്കിൽ ഇ എം എഫിനെ പ്രതിരോധം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്നെഴുതാം. അതായത് എൽ ഒമേഗ എന്ന് പറയുന്നത് ഇൻഡക്ടർ കൊടുക്കുന്ന പ്രതിരോധം, ദാറ്റ് ഈസ് XL ആണ് എങ്കിൽ നമുക്ക് ഐ എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എൽ ഒമേഗ എന്ന് പറയുന്നത് ഇൻഡക്ടർ കൊടുക്കുന്ന പ്രതിരോധമാണ് എങ്കിൽ നമുക്ക് ഇവിടെ ഇ എം എഫ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടാണ്. അതനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇൻഡക്ടർ, ദാറ്റ് ഈസ് എൽ ഒമേഗ. അങ്ങനെ വരുമ്പോൾ ഇ എം എഫ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടാണ്. ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറയാം. വേർ L omega is equal to the resistance offered by the inductor. It is called inductive reactance. It is called inductive reactance XI. Therefore, XL is equal to L omega. അപ്പോൾ നമുക്ക് I is instantaneous value of current എന്ന് പറയുന്നത് I is equal to I0 sin omega t minus pi by 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതാം. ഈ ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം കൂടെ കമ്പയർ ചെയ്താൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, ഈ പീക്ക് വാല്യൂ ഓഫ് ഇ എം എഫ്, പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, സൈൻ ഒമേഗ ടി, ഹിയർ ഒമേഗ ടി മൈനസ് പൈ ബൈ 2, ഒമേഗ ടിയിൽ നിന്നും പൈ ബൈ 2 കുറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒമേഗ ടി വന്ന സ്ഥാനത്ത് ഇവിടെ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ
കറണ്ടിൻ്റെ ഫേസ് കുറവാണ്, π/2 റേഡിയൻ കുറവാണ്. അപ്പോൾ നമുക്ക് പറയാം ഒന്നുകിൽ EMF കറണ്ടിനെ അപേക്ഷിച്ച് ഫേസിൽ π/2 കൂടുതലാണ്. ഇത് ωt മൈനസ് π/2 ആണ്, ഇത് ωt ആണ്. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFൻ്റെ ഫേസ് എന്ന് പറയുന്നത് അതിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ ഫേസിനെ അപേക്ഷിച്ച് π/2 ലീഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ the instantaneous value of EMF in an inductor only circuit leads the current by a phase π/2. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF ഇൻ ആൻ ഇൻഡക്ടർ only സർക്യൂട്ടിൽ EMF എന്ന് പറയുന്നത് കറണ്ടിനേക്കാളും π/2 ഫേസിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ EMF leads the current by a phase 90. EMF leads the current by a phase 90. അപ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രവും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ EMF കാണിക്കുകയാണെങ്കിൽ EMFൻ്റെ വാല്യൂസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ EMF 0 ഫേസിൽ 0, π/2 ഫേസിൽ മാക്സിമം, π ഫേസിൽ 0, 3π/2 ഫേസിൽ മാക്സിമം നെഗറ്റീവ് ഡയറക്ഷൻ, 2πയിൽ 0 ആണ് വരുന്നതെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് π/2 താഴെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ EMF 0 ആകുമ്പോൾ കറണ്ട് നെഗറ്റീവ് പീക്ക് വാല്യൂ, എന്നിട്ട് EMF പോസിറ്റീവ് പീക്ക് വാല്യൂ വരുമ്പോൾ, അതായത് π/2ൽ പോസിറ്റീവ് പീക്ക് വാല്യൂ വരുമ്പോൾ കറണ്ട് 0. അങ്ങനെ പിന്നെ EMF 0 ആകുമ്പോൾ കറണ്ട് മാക്സിമം പീക്ക് വാല്യൂ. അത് കഴിഞ്ഞ് EMF നെഗറ്റീവ് ഡയറക്ഷനിലാവുമ്പോൾ കറണ്ട് 0. വീണ്ടും EMF 0 ആവുമ്പോൾ കറണ്ട് മാക്സിമം. അപ്പോൾ ഇത് EMF ആണെങ്കിൽ ഇത് കറണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF ആണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇനി ഫേസർ ഡയഗ്രാം പറയുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് കറണ്ട്. നമുക്ക് EMF നമുക്ക് E = E0 sin ωt. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF E = ωt ഫേസ് ഡിഫറൻസ്. E = E0 sin ωt വരുവാണെങ്കിൽ കറണ്ട് അതിനേക്കാൾ 90 ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 90 ലാഗ് ചെയ്യുന്നു, EMFനേക്കാൾ 90 ലാഗ് ചെയ്യുന്നു. ദിസ് ഈസ് കറണ്ട് റൈറ്റ്. I = I0 sin ωt. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMFൻ്റെ ഡയറക്ഷൻ E = E0 sin ωt കാണിക്കുകയാണെങ്കിൽ കറണ്ട് I = I0 sin ωt ലാഗ് ചെയ്യുന്നു, പുറകിലാണ് ലാഗ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF E = E0 sin ωt. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് I0 sin ωt മൈനസ് π/2. E = E0 sin ωt ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF എങ്കിൽ കറണ്ട് എന്ന് പറയുന്ന I0 sin ωt മൈനസ് π/2. ക്ലിയർ ആയല്ലോ? അപ്പോൾ XL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മീൻസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇൻഡക്ടർ. ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ്, പ്രതിരോധമാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. XL = L omega, where omega is equal to 2πf. F ആണ് ഫ്രീക്വൻസി എങ്കിൽ omega is equal to 2πf. അത് കഴിഞ്ഞ വർഷം പഠിച്ച omega is equal to 2πf. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ പവർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പവർ പഠിച്ചു. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൻ്റെ പവർ. തുടങ്ങി പവർ.
അതിന് വേണ്ടിയിട്ട് പവർ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, ദാറ്റ് ഈസ് E0 sin omega t, instantaneous value of EMF into instantaneous value of current I0 sin നമ്മൾ പറഞ്ഞു 5/2 ലാഗ് ചെയ്യും. I0 sin omega t minus 5/2. ഇനി ഇതിനെ നമുക്ക് എഴുതാം E0 I0 sin omega t into sin omega t minus 90. It is equal to cos omega t. Cos omega t. Therefore, ഇനി നമുക്ക് average value of power is equal to average value of E0 I0 sin omega t cos omega t. That is average value of ഇതിനെ നമുക്കൊന്ന് എഴുതാം E0 I0 by 2 into 2 sin omega t cos omega t. നമുക്ക് E0 I0 by 2നെ വെളിയിലെടുത്താൽ ആവറേജ് വാല്യൂ ഓഫ് 2 sin omega t cos omega t നമുക്ക് sin 2 omega t എന്ന് എഴുതാം. sin 2 theta is equal to 2 sin theta cos theta. അതനുസരിച്ച് 2 sin omega t cos omega t എന്ന് പറഞ്ഞാൽ sin 2 omega t. Average value of sin 2 omega t is equal to 0. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. നിങ്ങൾ 0 ആയിട്ട് നമുക്ക് പഠിച്ചാൽ മതി. ഇൻ്റഗ്രേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. Therefore, average value of power is equal to എന്ത് വരും? Average value of power is equal to 0. into 0 പറഞ്ഞാൽ 0. Therefore, average value of power in an inductor circuit is equal to 0. ഓർത്തിരുന്നാണ്. ആവറേജ് വാല്യൂ ഓഫ് പവർ ഇൻ ആൻ ഇൻഡക്ടർ സർക്യൂട്ട് ഈസ് 0. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് പവർ കാണാൻ ആദ്യം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ എഴുതുക, പിന്നെ നമ്മൾ ആവറേജ് കാണണം. ഇത് മൊത്തവും മാത്സ് ആണ്, പ്രത്യേകിച്ച് ഫിസിക്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. E0 by 2 into 2 sin omega t cos omega t എന്ന് കൊടുക്കുന്നു. 2 sin theta cos theta is sin 2 theta. Average value of sin 2 omega t is equal to 0. Therefore, average value of power is equal to 0. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ട്. കപ്പാസിറ്റർ മാത്രം. അപ്പം നേരത്തെ ഇൻഡക്ടറിന് പകരം ഇവിടെ നമ്മൾ കപ്പാസിറ്റർ. കൺസിഡർ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എ സി ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു E0 sin omega t. അതാണ് ഇക്വേഷൻ നമ്പർ 1. നേരത്തെ ഇതുപോലെ ഇതിൽ നിന്നും കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഉദ്ദേശം. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് dq/dt. കറണ്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് dq/dt, ഫ്ലോ ഓഫ് ചാർജ്. അപ്പോൾ ക്യൂവും കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. Q ഈസ് ഈക്വൽ ടു CV. Q എന്ന് പറയുന്നത് CV ആണ്. അപ്പോൾ C is the capacitance, V is the potential. അപ്പോൾ V is equal to Q/C. അതിന് പകരം നമുക്ക് V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് EMF. therefore ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ Q/C എന്ന് എഴുതാം. Q/C is equal to E0 sin omega t. ഇതിൽ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാന്നുള്ള ഉദ്ദേശം. അപ്പോൾ Q is equal to CE0 sin omega t. ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കാം. I is equal to dq/dt. therefore I is equal to d/dt of CE0 sin omega t. CE0 വെളിയിലെടുക്കാം. C is the capacitance, it is a constant. E0 is the peak value, it is also a constant. d/dt of sin omega t is cos omega t into omega. ഇതിൽ നിന്നും നമുക്ക് E0 കറണ്ടിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് E0 ബൈ ഒരു റെസിസ്റ്റൻസ് വന്നാൽ നമുക്ക് എഴുതാം. അതിന് E0 ബൈ 1/C omega. C omega ഇവിടെ ഉണ്ട്.
അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി E0/1/c omega ഇൻറ്റു cos omega t-യെ നമുക്ക് sin omega t plus pi/2 sin omega t plus pi/2 എഴുതാം. വേർ 1/c omega എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കപ്പാസിറ്റർ. കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ EMF ബൈ റെസിസ്റ്റൻസ് ഈസ് കറണ്ട്. ആ രീതിയിൽ ഈ ഇക്വേഷൻ എഴുതാം. therefore I is equal to I0 sin omega t plus pi/2. This is equation number 2 where 1/c omega എന്ന് പറയുന്നത് XC that is the resistance offered by the capacitor. കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് 1/c omega എങ്കിൽ EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് കറണ്ട്. അതനുസരിച്ച് I is equal to I0 sin omega t plus pi/2 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF, ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇവിടെ പീക്ക് വാല്യൂ ഓഫ് EMF, ഇവിടെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. സൈൻ ഫംഗ്ഷൻ ഇവിടെ ഒമേഗ ടി, ഇവിടെ ഒമേഗ ടി പ്ലസ് pi/2. അപ്പോൾ ഇതിൽ വ്യക്തമാണ് കറണ്ട് ലീഡ് ചെയ്യുന്നു, pi/2 ലീഡ് ചെയ്യുന്നു. ഇത് ഒമേഗ ടി ആയുള്ളൂ, ഇവിടെ ഒമേഗ ടി പ്ലസ് pi/2 ആണ്. അപ്പോൾ നമുക്ക് പറയാം കറണ്ട് ലീഡ്സ് ദി EMF ബൈ എ ഫേസ് pi/2. നേരത്തെ നമ്മൾ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൽ EMF ലീഡ്സ് ദി കറണ്ട് ബൈ എ ഫേസ് pi/2. ഇവിടെ കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ദി EMF ബൈ എ ഫേസ് pi/2. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, EMFനെ തന്നെ ഫിക്സ് ചെയ്ത് പറയാനാണെങ്കിൽ EMF ലാഗ് ചെയ്യുന്നു. EMF ലാഗ്സ് ദി കറണ്ട് ബൈ എ ഫേസ് pi/2. EMF കറണ്ടിനെ അപേക്ഷിച്ച് പുറകിലാണ്, ലാഗ് ചെയ്യുന്നു ബൈ എ ഫേസ് pi/2. അല്ലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു ബൈ എ ഫേസ് pi/2 എന്ന് പറയാം. അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിൻ്റെ കേസ്. ഇതിൽ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ EMFനെ അങ്ങ് ഫിക്സ് ചെയ്യാം. EMF ഇവിടെ മാക്സിമം pi/2 വരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കറണ്ട്, ഇവിടെ EMF 0 ആകുമ്പോൾ കറണ്ട് മാക്സിമം ആവണം, EMF മാക്സിമം ആകുമ്പോൾ കറണ്ട് 0 ആകണം. ആ രീതിയിലാണ്. ഇനി അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇത് മാക്സിമം, ഇത് മാക്സിമം, ആ രീതിയിലാണ് കറണ്ടിൻ്റെ ഫോം. ഇത് EMF ആണെങ്കിൽ ഇത് കറണ്ട്. ഇത് EMF ആണെങ്കിൽ ഇതാണ് കറണ്ട്. കറണ്ട് ലീഡ് ചെയ്യുന്നു, EMFനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാനാണെങ്കിൽ ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF E0 sin omega t വരുവാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു ബൈ എ ഫേസ് pi/2. ഇതാണ് കറണ്ട്. I is equal to I0 sin omega t. ഇതിൽ നിന്നും EMFിൽ നിന്നും 90 ലീഡ് ചെയ്യുന്നു, അതാണ് കറണ്ട്. I is equal to I0 sin omega t. നേരത്തെ അകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ല. അപ്പോൾ E is equal to E0 sin omega t. ഇതിൻ്റെ കേസിൽ കറണ്ട് I is equal to I0 sin omega t plus pi/2. ഇത് ക്ലിയർ ആയല്ലോ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ക്ലിയർ ആയി. ഇനി നമുക്ക് പവർ ഇൻ ആൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ള സർക്യൂട്ടാണ് നോക്കേണ്ടത്. പവർ ഇൻ ആൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഹിയർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് E0 sin omega t ഇൻറ്റു I0 sin omega t plus pi/2. That is equal to
E0 I0 sin omega t into sin omega t plus pi by 2 is cos omega t. That is equal to power at any instant t is equal to E0 I0 by 2 into 2 sin omega t cos omega t. ഇനി ആ 2 sin omega t cos omega tക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? E0 I0 by 2 into sin 2 omega t. ഇനി average value of power is equal to average value of E0 I0 by 2 into sin 2 omega t. ഇത് വെളിയിലെടുത്താൽ E0 I0 by 2 into average value of sin 2 omega t. Average value of sin 2 omega t നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, it is equal to 0. Therefore, average value of power is equal to 0. അപ്പോൾ average value of power in an AC circuit containing capacitor എന്ന് പറയുന്നത് it is equal to 0. അപ്പോൾ average value of power in an AC circuit containing capacitor only എന്ന് പറയുന്നത് ഇൻഡക്ടർ പോലെ തന്നെ നമുക്ക് പറയാം average value of power is equal to 0. അപ്പോൾ average value of power in a resistor only circuit എന്ന് പറഞ്ഞാൽ resistor only സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ERMS into IRMS. ഇത് റെസിസ്റ്റർ ഉള്ളി. ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് 0. കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ടിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു ERMS into IRMS. ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ടിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു 0. കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു 0. ഈ 3 കേസും ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻഡക്ടർ ഉള്ളി റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട് പഠിച്ചു, ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട് പഠിച്ചു, കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ടും പഠിച്ചു. 3 കേസും പഠിച്ചു. ഇനി നമുക്ക് കോമ്പിനേഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട്, കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ട്, റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇവരുടെ 3 പേരുടെയും കൂടെ കോമ്പിനേഷനാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അത് നമുക്കറിയാം. അതിൻ്റെ ഫിഗർ വരയ്ക്കാം. LCR സർക്യൂട്ട്. L ഇൻഡക്ടർ, C കപ്പാസിറ്റർ, R റെസിസ്റ്റർ. അതിൻ്റെ സർക്യൂട്ട് LCR. അത് ഒരു AC സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. Consider an inductor of inductance L, capacitor of capacitance C, and resistor of resistance capital R. It is connected in series to a AC circuit. E is equal to E0 sin omega t. അപ്പോൾ E is equal to E0 sin omega t ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് ഇതിനകത്ത് നേരത്തെ നമ്മൾ പഠിച്ചു റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ടും EMFഉം സെയിം ഫേസിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫിഗർ വരച്ചാൽ കറണ്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് പറയാം കറണ്ട് അക്രോസ് ദി റെസിസ്റ്റൻസ് ആൻഡ് EMF അക്രോസ് ദി റെസിസ്റ്റൻസ് ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് VR. VR is the EMF or potential across the resistance R. ഇനി നമുക്ക് പറയാം EMF across the inductor എപ്പോഴും ഇറ്റ് ലീഡ്സ് ദി കറണ്ട് ബൈ എ ഫേസ് 90. ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിന് അക്രോസ് ആയ EMF കറണ്ടിനേക്കാളും 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറണ്ട് X ആക്സിലാണെങ്കിൽ EMF across inductor is VL. It leads the current by a phase 90. ഇനി നമുക്ക് പറയാം കപ്പാസിറ്ററിൻ്റെ കേസിൽ പറയാം കറണ്ടിനെ അപേക്ഷിച്ച് കപ്പാസിറ്ററിലുള്ള EMF ലാഗ് ചെയ്യുന്നു. അവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ EMF ലാഗ് ചെയ്യുന്നു. അപ്പോൾ
EMF across the capacitor lags the current by a phase 90. അപ്പോൾ ഇതാണ് ഒരു LCR സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരച്ചാൽ, ഫേസർ ഡയഗ്രാം വരച്ചാൽ. അപ്പോൾ കറണ്ട് നമ്മൾ എക്സ് ആക്സിസിൽ ഫിക്സ് ചെയ്താൽ, റെസിസ്റ്റൻസിൻ്റെ കേസിൽ നമുക്ക് പറയാം കറണ്ടും റെസിസ്റ്റൻസും സെയിം ഫേസിലാണ്. അതുകൊണ്ട് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് റെസിസ്റ്ററിൻ്റെ കേസിലെ EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, അതാണ് VR. ഇൻഡക്ടറിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ ഇൻഡക്ടറിൻ്റെ കേസിലെ EMF എന്ന് പറയുന്നത് കറണ്ടിനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നു, ബൈ എ ഫേസ് 90 ലീഡ് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ EMF ലാഗ് ചെയ്യുന്നു. അവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് 90, അപ്പോൾ കറണ്ടിൽ നിന്നും ലാഗ് ചെയ്യുന്നു 90. അപ്പോൾ അത് വരച്ചു. ഇനി നമ്മളിത് വെക്റ്റർ രീതിയിൽ നോക്കുവാണെങ്കിൽ, ഇനി BL ആണ് കൂടുതലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇഫക്റ്റീവ്. നമുക്ക് എങ്ങനെ എഴുതാം? BL മൈനസ് BC. മുകളിലോട്ട് BL കൂടുതൽ BCയേക്കാൾ കൂടുതൽ വരാണ്, ഇങ്ങനെ വരും. ഇവിടെ VR വരും, ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട്. അപ്പോൾ VRും BL മൈനസ് BCയും തമ്മിൽ വരുമ്പോൾ അവരുടെ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്ത് വരും? BR² പ്ലസ് BL മൈനസ് BC ദി ഹോൾ സ്ക്വയർ വരും. ഇതാണ് ഇഫക്റ്റീവ് വോൾട്ടേജ്, കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് വോൾട്ടേജ് വരുന്നത്. അതായത് EMF എന്ന് പറയുന്നത് റൂട്ട് ഓഫ് BR² പ്ലസ് BL മൈനസ് BC ദി ഹോൾ സ്ക്വയർ ഇഫ് BL ഈസ് ഗ്രേറ്റർ ദാൻ BC. BR എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? I ഇൻറ്റു R ദി ഹോൾ സ്ക്വയർ പ്ലസ് BL എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? കറണ്ട് ഇൻറ്റു ഈ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അക്രോസ് ദി ഇൻഡക്ടർ ദാറ്റ് ഈസ് XL മൈനസ് കറണ്ട് ഇൻറ്റു resistance across the capacitance that is XC, that is capacitive reactance, the whole square. ഇതിൽ നിന്നും I വെളിയിലെടുത്താൽ I ഇൻറ്റു റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ, that is E by I is equal to root of R² plus XL minus XC the whole square. E by I എന്ന് പറഞ്ഞാൽ EMF, effective EMF or instantaneous value of EMF divided by current. That is EMF by current is impedance, that is Z. EMF by current is the resistance. Here Lഉം Cയും Rഉം കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന റെസിസ്റ്റൻസ്, അതിൻ്റെ പേരാണ് Z, that is impedance. Z is equal to root of R² plus XL minus XC the whole square എന്ന് കിട്ടും. അപ്പോൾ ഇത് വെച്ച് Z എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും സീരീസിൽ കണക്ട് ചെയ്തിട്ട് അതിന് അക്രോസ് ആയിട്ട് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്ടറിൻ്റെതായ ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട്, കപ്പാസിറ്ററിൻ്റെതായ പ്രതിരോധം കൊടുക്കുന്നുണ്ട്, റെസിസ്റ്റർ അതിൻ്റെ പ്രതിരോധവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇഫക്റ്റീവ് പ്രതിരോധം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഇഫക്റ്റീവ് പ്രതിരോധമാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഈ 3 പേരും കൂടെ കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഇംപിഡൻസ്. ആ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന EMFനെ അത് ഈ 3 പേരും കൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ EMFനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇഫക്റ്റീവ് പ്രതിരോധം നമുക്ക് കിട്ടുന്നത്. ആ ഇഫക്റ്റീവ് പ്രതിരോധത്തിൻ്റെ പേരാണ് ഇംപിഡൻസ്. ഇംപിഡൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ Z. Z is equal to root of R² plus XL minus XC the whole square if XL is greater than XC.
XL ആണ് XCയേക്കാൾ കൂടുതലെങ്കിൽ √r² പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇഫ് XC ഈസ് ഗ്രേറ്റർ ദാൻ XL തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ LCR കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു √r² പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. ഇനിയും നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് ഇത് തന്നെ നമുക്ക് ഇമ്പിഡൻസ് രീതിയിൽ വെച്ചാൽ VR എന്ന് പറഞ്ഞാൽ I×R. ഈ ഇഫക്റ്റീവ് EMF ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് I×Z തുല്യമാണ്. ഇത് നമുക്ക് ഒരു ട്രയാങ്കിൾ രീതിയിൽ വരച്ചാൽ ഇതാണ് Z, ഇങ്ങോട്ടുള്ളതാണ് R. ഇവിടെ ഈ കാണിച്ചേക്കുന്ന VL മൈനസ് VC ഇസഡിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് XL മൈനസ് XC. ദിസ് ഈസ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് 5 ഫേസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇഫക്റ്റീവ് വോൾട്ടേജ്, ഈ കിട്ടുന്ന ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിൽ നിന്നും ഒരു ഫേസ് 5 വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. LCR കോമ്പിനേഷനകത്ത് നമ്മൾ ആദ്യം പറയുന്നു ആറിൻ്റെ കേസിൽ നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. നമുക്കറിയാം കറണ്ടിനെ ആദ്യം നമ്മൾ X ആക്സിസിൽ ഫിക്സ് ചെയ്യുന്നു. ഒരു റെസിസ്റ്റൻറ്റിൻ്റെ കേസിൽ കറണ്ടും EMFും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് EMF അക്രോസ് റെസിസ്റ്റർ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെ വരയ്ക്കുന്നു. ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൽ നമുക്കറിയാം EMF ലീഡ്സ് ദി കറണ്ട് ബൈ എ ഫേസ് 90, അതുകൊണ്ട് VL ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇനി കപ്പാസിറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം EMF ലാഗ്സ് ദി കറണ്ട് ബൈ എ ഫേസ് 90, അതുകൊണ്ട് താഴോട്ട് വരയ്ക്കുന്നു. പിന്നെ ഈ VL ആണ് കൂടുതലെങ്കിൽ അടുത്ത ഫിഗർ ഇതനുസരിച്ച് VL മൈനസ് VC VR അവരുടെ ഇഫക്റ്റീവാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഫേസ് 5 ഫേസ് ഡിഫറൻസിലാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ √VR² പ്ലസ് VL മൈനസ് VC ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് EMF കിട്ടുന്നു. അതിൽ നിന്നും നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററും ഇമ്പിഡൻസും, അതായത് റിയാക്റ്റൻസ് മാത്രം, പ്രതിരോധങ്ങൾ വെച്ച് മാത്രം വരയ്ക്കുന്ന ട്രയാങ്കിളാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഇമ്പിഡൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് റെസിസ്റ്റൻസ്, ഇത് XL മൈനസ് XC. ഇതനുസരിച്ച് ഇമ്പിഡൻസ് ട്രയാങ്കിളും വരയ്ക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ കണ്ടല്ലോ. ഇമ്പിഡൻസ് ട്രയാങ്കിൾ അനുസരിച്ച് ഇഫക്റ്റീവ് ഇമ്പിഡൻസ് റെസിസ്റ്റൻസുമായിട്ട് ഒരു 5 ഫേസ് ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ കറണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നതും ഒരു 5 ഫേസ് ഡിഫറൻസിൽ വരും. I is equal to I0 sin ωt, മറ്റേത് E is equal to E0 sin ωt ആയിരുന്നു അപ്ലൈ ചെയ്തത്. അതുമായിട്ട് 5 ഫേസ് ഡിഫറൻസ് വരും. ഒന്നുകിൽ +5 വരും, അല്ലെങ്കിൽ -5 വരും. എങ്ങനെ? XL ആണ് കൂടുതലെങ്കിൽ നമുക്ക് വരുന്നത് +5ഉം XC ആണ് കൂടുതലെങ്കിൽ -5 ആണ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I is equal to I0 sin ωt ±5 എന്നതാണ് വരുന്നത്. Where 5 is the phase difference between EMF and current in an LCR circuit. LCR സർക്യൂട്ടിൻ്റെ കേസിൽ 5 ആണ് ഫേസ് ഡിഫറൻസ്. ഇൻഡക്ടർ ഒള്ളി സർക്യൂട്ടിൽ 90 ആണ് ഫേസ് ഡിഫറൻസ്. കപ്പാസിറ്റർ ഒള്ളി സർക്യൂട്ടിലും 90 ആണ് ഫേസ് ഡിഫറൻസ്. ഈ ഇൻഡക്ടർ ഒള്ളി സർക്യൂട്ടിൽ EMF ലീഡ്സ് ദി കറണ്ട് ബൈ എ ഫേസ് 90. കപ്പാസിറ്റർ ഒള്ളി സർക്യൂട്ടിൽ EMF ലാഗ്സ് ദി കറണ്ട് ബൈ എ ഫേസ് 90. അതേസമയം LCR സർക്യൂട്ടിൻ്റെ കേസിൽ ഹിയർ there is a phase difference of 5 between EMF and current. 5 എന്ന ഫേസ് ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. I is equal to I0 sin ωt ±5 is the instantaneous value of current. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇതിനകത്തുനിന്ന് നമുക്ക് tan phi കണ്ടുപിടിക്കാം. tan phi is equal to, tan എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് XL മൈനസ് XC ബൈ R. XL മൈനസ് XC ബൈ R. ഇതിനകത്തുനിന്ന് cos phi എന്ന് കണ്ടുപിടിക്കാം. cos phi ഒക്കെ നമുക്കിനി പിന്നീട് വേണം. cos phi ആരാണെന്ന് പിന്നീട് നമുക്ക് സംസാരിക്കാം. cos phi എന്ന് പറയുന്ന സമീപവശം, ദാറ്റ് ഈസ്
by സമീപവശം ബൈ കർമ്മം, ദാറ്റ് ഈസ് ആർ ബൈ ഇസഡ്. ആർ ബൈ ഇസഡ് ഈസ് ഫോസ്ഫൈഡ്. ഫോസ്ഫൈഡിൻ്റെ പേരിപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. ഇറ്റ് ഈസ് കാൾഡ് പവർ ഫാക്ടർ. അത് LCR സർക്യൂട്ടിൻ്റെ പവർ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫോസ്ഫൈഡ് എന്ന് പറയുന്നതാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടറാണ് ആർ ബൈ ഇസഡ്. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ XL മൈനസ് XC ബൈ ആർ. ഫോസ്ഫൈഡ് ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ്. അപ്പോൾ ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ക്ലിയർ ആയല്ലോ. അപ്പോൾ LCR സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് LCR സർക്യൂട്ടിൻ്റെ EMFും കറണ്ടും തമ്മിൽ 5 ഫേസ് ഡിഫറൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ +5 അല്ലെങ്കിൽ -5 ആണ് ഉള്ളത്. ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റെസൊണൻസ് എന്നതാണ്. റെസൊണൻസ്. അപ്പോൾ ഒരു LCR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്, റെസിസ്റ്ററുണ്ട്, 3 പേരും ഉണ്ട്. റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കാം. നമ്മൾ ഇതിനകത്തെ ഇഫക്റ്റീവ് ഇവർ 3 പേരും കൂടെ കൊടുക്കുന്ന റെസിസ്റ്റൻസ്, പ്രതിരോധം, അതിൻ്റെ പേരാണ് ഇംപിഡൻസ്. അപ്പോൾ ഇംപിഡൻസ് ഓഫ് ആൻ LCR സർക്യൂട്ട് ഈസ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന കൊടുക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഇംപിഡൻസ്. ആ ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓർത്തോണം. Z is equal to root of R square, റെസിസ്റ്റൻസ് കൊടുക്കുന്ന R square പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ദി ഹോൾ സ്ക്വയർ. നമുക്കറിയാം XL എന്തുവാണെന്നറിയാം. XL ഈസ് ഈക്വൽ ടു L ഒമേഗ, XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ഇവരുടെ പേരാണ്. ഇത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് XL ഈസ് ഈക്വൽ ടു L ഒമേഗ. XC ഈസ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ഇനി നമ്മൾ XL എന്ന് പറയുന്നത് XCക്ക് തുല്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ the resistance offered by the inductor is equal to the resistance offered by the capacitor. കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസും പ്രതിരോധവും ഇൻഡക്ടർ കൊടുക്കുന്ന പ്രതിരോധവും തുല്യമാകുന്നു എങ്കിൽ ഈ ഇക്വേഷൻ എന്താകും? Z is equal to XL is equal to XC ആണെങ്കിൽ XL മൈനസ് XC 0 ആയി പോകും. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് R സ്ക്വയർ, ദാറ്റ് ഈസ് Z is equal to R. Z എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മാത്രമാകും. എന്ന് പറഞ്ഞാൽ ഒരു LCR സർക്യൂട്ടിൻ്റെ കേസിൽ XL XCക്ക് തുല്യമാകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ദി LCR സർക്യൂട്ട് ഈസ് സിമിലർ ടു എ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട്. ആ LCR സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിനെ പോലെ ആയിത്തീരും. കാര്യം അതിൻ്റെ ഇഫക്റ്റീവ് ഇംപിഡൻസ് റെസിസ്റ്റൻസ് മാത്രമായി തീരും, അത്രയും ചുരുങ്ങിപ്പോകും. അപ്പോൾ നമ്മളുടെ LCR സർക്യൂട്ട് വെറും ഒരു റെസിസ്റ്റർ ഉള്ള സർക്യൂട്ട് പോലെ പ്രവർത്തിക്കും. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇംപിഡൻസ്, ഇഫക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറയുന്നത് മിനിമമായി തീരും. മിനിമമായി തീരുക എന്ന് പറഞ്ഞാൽ ഈ LCR സർക്യൂട്ടിൽ കൂടിയുള്ള ഇഫക്റ്റീവ് ഇംപിഡൻസ് മിനിമം ആകുക എന്ന് പറഞ്ഞാൽ കറണ്ട് മാക്സിമം ആകും. അപ്പോൾ LCR സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് മാക്സിമം ആകും. മാക്സിമം കറണ്ടിന് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റെസൊണൻസ്. അപ്പോൾ റെസൊണൻസിൻ്റെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് തുല്യമാകുന്നു. Therefore, the effective impedance of the circuit reduces to the resistance offered by the circuit, that is Z is equal to R. Therefore, current through the circuit will become maximum. കറണ്ട് മാക്സിമം ആവും. ഇനി നമുക്ക് ഈ റെസൊണൻസിൻ്റെ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. XL എന്ന് പറയുന്നത് XCക്ക് തുല്യമാണ്. XL ഈസ് ഈക്വൽ ടു L ഒമേഗ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? L ഒമേഗ ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ഇതിങ്ങോട്ട് വരുമ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC. ബട്ട് ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. നമ്മൾ നേരത്തെ പറഞ്ഞ ഒമേഗ 2πf ആണ്. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC. ഇതിൽ നിന്ന് ഒമേഗ 1/√LC. ഒമേഗയുടെ പേരാണ് 2πf. Therefore 2πf ഈസ് ഈക്വൽ ടു 1/√LC. അതിൽ നിന്ന് F ഈസ് ഈക്വൽ ടു 1/2π
റൂട്ട് എൽ സി. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 1/2π√L C. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടി 1/2π√L C. This is called a resonating frequency. Resonating frequency is equal to 1/2π√L C. അപ്പോൾ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയല്ലോ 1/2π√L C. അപ്പോൾ റെസൊണൻസിൻ്റെ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആ കേസിൽ L omega ഈസ് ഈക്വൽ ടു 1/c omega. അതിൽ നിന്നും ഒമേഗ ഈസ് ഈക്വൽ ടു 1/√L C. Therefore റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π√L C. ക്ലിയർ ആയല്ലോ? അത്രയും ക്ലിയറായി. ഇനി നമുക്ക് ഈ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി വെച്ച് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ, കറണ്ടുമായിട്ട് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് പറയാം, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അറ്റ് റെസൊണൻസ് ഇംപിഡൻസ് റെഡ്യൂസസ് ടു റെസിസ്റ്റൻസ് ഉള്ളി, therefore current through the circuit will become maximum. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ കറണ്ടും റെസൊണേറ്റ് ഫ്രീക്വൻസിയും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ നമ്മൾ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിൽ കറണ്ട് വിൽ ബിക്കം പീക്ക് വാല്യൂ ആവും. ഇതാണ് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസിയിൽ കറണ്ട് വിൽ ബിക്കം പീക്ക്. മാക്സിമം വാല്യൂ ഓഫ് കറണ്ടാണ് നമുക്ക് കിട്ടുന്നത് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. അത് നിങ്ങൾ ഓർത്തിരിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതനുസരിച്ച് ഗ്രാഫ് വരച്ചാൽ അറ്റ് റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി 1/2π√L C കറണ്ട് വിൽ ബിക്കം മാക്സിമം. ക്ലിയർ ആയല്ലോ?